ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടുവന്ന പോലെ തന്നെ ഡൈസറ. കാരണം നമ്മൾ ഈ സെറ്റപ്പ് ഇരുന്ന് ചെയ്യണത് മിക്കവാറും റിവ്യൂ ആയിരിക്കും. ഒന്നീ എന്തെങ്കിലും ടെക് റിവ്യൂ അല്ലെങ്കിൽ മൂവി റിവ്യൂ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂവി റിവ്യൂ. ഓക്കെ, എനിക്കറിയാം ഈ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാൻ ചെയ്യാൻ ഡിലേ ആണ്, കാരണം ഞാൻ ഇന്നലെ മെനിങ്ങാന്നാണ് സിനിമ കണ്ടത്. ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, ബട്ട് എൻ്റെ കൊണ്ട് അത് പറ്റത്തില്ല. കാരണം ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തായാലും കണ്ട സ്ഥിതിക്ക് പിന്നെ വീഡിയോ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് തനാറ്റോഫോബിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഈ അസുഖമുള്ളൊരു ഈ സിനിമയിൽ കാണരുത്. സീരിയസ്ലി നിങ്ങൾക്ക് പിന്നെ കുറേ കാലത്തേക്കില്ല, പിന്നെ നിങ്ങൾ അതിലോട്ടങ്ങ് ആയിപ്പോവാം. ഈ തനാറ്റോഫോബിയ എന്താണെന്ന് അറിഞ്ഞിടാത്തവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറഞ്ഞുതരാം. അയ്യോ, ഓക്കെ. ഈ സിനിമയിൽ ഇത് വന്നിട്ട് മിക്സഡ് റിവ്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് എല്ലാവരെയും നല്ല രീതിയിൽ പേടിച്ചു എന്നുള്ളൊരിതും, പിന്നീട് ആർക്കും അതിൻ്റെ ഹൈപ്പിനനുസരിച്ച് വന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം, കാരണം അതിൽ കുറച്ച് പറയാനുണ്ട്. അതിൽ എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ സിനിമ കണ്ട് പേടിച്ച്, സീരിയസ്ലി ഞാൻ പേടിച്ച്. അത് പേടിക്കാന്ന് വെച്ചാൽ സിനിമ ത്രൂ ഔട്ട് പേടിക്കാനില്ല, ബട്ട് അത് പേടിക്കാനുള്ള സീൻസിലൊക്കെ അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ പേടിക്കുകയും ഒരുമാതിരി എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ അകത്തുള്ള സൗണ്ട്സ്, പ്രേതത്തിനൊക്കെ ഉണ്ട്, ആ ഒരു സൗണ്ടൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ നോർമലി കാണുന്ന സിനിമയല്ല, ഒരു ഹൊറർ സിനിമയല്ല. നമ്മൾ നോർമലി കാണുന്നത് ഹൊറർ കോമഡി സിനിമകളാണ്. നോട്ട് ലൈക്ക് ദാറ്റ്. ഇതൊരു മലയാളം ഒരു പ്രോപ്പർ ഹൊറർ പടം. ഭൂതകാലമൊക്കെ കണ്ടിട്ടല്ല, ഭൂതകാലം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഭൂതകാലം വേറൊരു, അത് ഇതിന്ന് എക്സ്ട്രീം പടമാണ്. ഞാൻ കണ്ടത് വെച്ചാൽ ഇതിന്ന് എക്സ്ട്രീം പടമാണ്. പക്ഷേ അത് ഞാൻ OTTയിൽ പട്ടാപായിൽ എല്ലാവരും ഉള്ളപ്പോൾ ഒരിടത്തിരുന്ന് എന്തോ കണ്ട. അതുകൊണ്ട് എനിക്ക് അത് വലിയൊരു ഇമ്പാക്റ്റ് തോന്നിയില്ല. OTT വന്നുകൊണ്ടായിരിക്കും. ഓക്കെ, എനിക്ക് സിനിമ ത്രൂ ഔട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് ആക്ടിങ്, പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ് നൈസ്. പിന്നെ വേറൊരു പുള്ളിക്കാരുണ്ട്, മറ്റേ തല്ലുമാലയിലുള്ള പുള്ളിക്കാരൻ കുറച്ച്, ബട്ട് പുള്ളിക്കാരൻ നൈസ്. ഇതിൻ്റെ അകത്ത് വന്നുപോയവർ എല്ലാവരും നൈസ് ആക്ടിങ് ആണ്. സ്റ്റോറി ബേസ് എനിക്കിഷ്ടപ്പെട്ടു. സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി സൗണ്ട് മിക്സിങ്സും BGMസും എല്ലാം കിടില. പിന്നെ അയ്യോ, ഇതിൻ്റെ അകത്തൊരു സീനുണ്ട്, അത് കാലിനൊരു സംഭവം പറ്റുന്നൊരു സീനാണ്. അത് കണ്ടപ്പോൾ ഞാൻ ഒരുമാതിരി ആയിപ്പോയി. കാരണം അന്ന് രാവിലെ ഈ സിനിമ കാണാൻ പോണേൻ്റെ അന്ന് രാവിലെ എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് തട്ടിയായിരുന്നു. അപ്പോൾ എനിക്കത് അത് നല്ലത് വേനിച്ച്. എന്നിട്ട് ഈ സിനിമ കണ്ടിട്ട് ആ സീൻ എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞാൻ എൻ്റെ കാലി പിടിച്ചിട്ട് അവിടെ, ഇപ്പോൾ നോക്കിയാലും അറിയാം ഇവിടെ ചെറിയ മുഴച്ചിലുണ്ട്. ആ സിനിമ ആ സീൻ പെട്ടെന്ന് ഞാൻ കാലിട്ട് എൻ്റെ കാല് അവിടെ ഉണ്ടോ ഇങ്ങനെ ഒന്ന് നോക്കിപ്പോയി. അത് കൂടിപ്പോയൊരു 3-4 സെക്കൻഡ് ആ സീന് കാണത്തുള്ളൂ. ബട്ട് ആ സീന് കണ്ടൊരു കാഴ്ച, അയ്യോ എനിക്ക് ഞാൻ പെട്ടെന്ന് ഒന്ന് ഒരുമാതിരിയായി. കുറച്ച് തുപ്പൽ എനിക്ക് തൊണ്ടയിലൊന്നും ഇറങ്ങുന്നില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അതിലോട്ട് വന്നുപോയി. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് വേറെ ഒന്നുമില്ല. പിന്നെ മറ്റേ പുള്ളിക്കാരുണ്ട്, ഇതിൻ്റെ അകത്തൊരു പുള്ളിക്കാരുണ്ട്, ഒരു കോൺട്രാക്ടർ. പുള്ളിക്കാരനും നൈസ്. പുള്ളിക്കാരനും പ്രണവുമാണ് ത്രൂ ഔട്ട് മൂവി ലീഡ് ചെയ്യുന്നത്. ഞാൻ സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ തിയേറ്ററിൻ്റെയും കൂടെ ചേർത്ത് പറയാറുണ്ട്. അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ള, ആ തിയേറ്റർ എങ്ങനെയുണ്ടെന്നുള്ളൊരു ഇത്. ഞാൻ കാണാൻ പോയത് MOTയിലാണ് കാണാൻ പോയത്. ഫസ്റ്റ് ഞാൻ ഏരിയസ് പ്ലസിൽ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ പൊക്കോണ്ടിരുന്നപ്പം ബ്ലോക്ക്, അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്തായിരുന്നു MOT, പിന്നെ ഏരിയസ് പ്ലസ് വരെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഏകദേശം കറക്റ്റ് സമയത്തിന് സിനിമയും തുടങ്ങി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. MOTയിൽ സ്ക്രീൻ 4ലാണ്, അതായത് കാർണിവലിൽ സ്ക്രീൻ 4ലാണ് ഞാൻ സിനിമ കണ്ടത്. എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ബട്ട് 200 രൂപ ടിക്കറ്റ് പ്രൈസ്. ഓക്കെ, സൗണ്ട് ക്വാളിറ്റി എല്ലാം നൈസ്, എല്ലാം നൈസ്. തിയേറ്റർ നൈസ്. നല്ല തനാറ്റോഫോബിയ
തനാറ്റോഫോബിയ എന്ന് പറയുന്നത് അതൊരു അസുഖമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. തനാറ്റോഫോബിയ എന്ന് പറയുന്നത് മരണത്തിനെ പേടി, ഫിയർ ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്. മരണത്തിനെ പേടി, ഇല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെ പേടി, അങ്ങനെ. അതിപ്പം പ്രായവർക്ക് മാത്രമല്ല, ചെറിയവർക്കും ഉണ്ടാകും. നിങ്ങൾ ലൂക്ക സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ടൊവിനോയ്ക്ക് ഉള്ള ആ ടൈപ്പ് ഓഫ് അസുഖം, എൻ്റെ അത് ടൊവിനോയ്ക്ക് ഒരു അസുഖത്തിൻ്റെ ഇത് പറയുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് അസുഖം എൻ്റെ ഫസ്റ്റ് സ്റ്റേജൊന്നും വലിയൊരു ഇതാവത്തില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു തോട്ട് ഇങ്ങനെ വന്നു പോകും, അങ്ങനെയുള്ള കുറച്ച്. ബട്ട് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്, അതായത് 4th സ്റ്റേജ് 5th സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈവൻ ചത്ത് കിടക്കുന്ന ഒരു ഉറുമ്പോ കൊതുകോ മതി ഇവർക്ക് ആ അസുഖം ട്രിഗർ ആകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർ കുറേ നേരത്തേക്ക് അൺകോൺഷ്യസ് ആവും. ദിസ് ഈസ് കോൾഡ് തനാറ്റോഫോബിയ. ഓക്കെ, എനിക്കിത് എത്രത്തോളം പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഡോക്ടറെ പഠിച്ചത്. ബട്ട് ഞാൻ ഇങ്ങനെ ഒരു അസുഖം കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, 2-3 അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അസുഖത്തിനെ കുറിച്ച് അറിയാം. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കൂടുതലറിയാം. ആൻഡ് അടുത്തത്, സിനിമ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഹൊറർ ജാനർ ഇഷ്ടപ്പെടാത്തവരായിരിക്കും. ഒരു 100% ഉണ്ടെങ്കിൽ അതിൽ 20% ഹൊറർ ജാനർ ഇഷ്ടപ്പെടാത്തവരായിരിക്കും. പിന്നെ ചിലവർക്ക് ഇങ്ങനെ ഈ സിനിമയുടെ ഓവറോൾ ഇഷ്ടപ്പെടാത്തവരായിരിക്കും, ഒരു 20%, അങ്ങനെ മാറ്റി. ബാക്കി 60% അതിലൊരു 10% ഫെയിമിന് വേണ്ടിയിട്ടാണ്. സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചുമ്മാ അവർക്കൊരു ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. എന്നുവെച്ചാൽ എല്ലാവരും കൊള്ളാമെന്ന് പറയുന്നത്, ഞാൻ കൊള്ളൂലെന്ന് പറഞ്ഞാൽ ഞാൻ വേറിട്ട് നിൽക്കും, അങ്ങനെ ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ട് പറയുന്നവരുണ്ട്. അതും എല്ലാം കൂടെ ഒരു 10%. ബാക്കി ഈ കൊള്ളൂല എന്ന് പറയുന്നതിൽ 50% ആൾക്കാരെ കുറച്ച് ഞാൻ പറഞ്ഞുതരാം. അവർ മര്യാദയ്ക്ക് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കണ്ടിട്ടില്ല, ഒന്നാമത്തെ കാര്യം. ഓക്കെ, അവർ തിയേറ്ററിൽ പോയിരുന്ന് അടുത്തിരിക്കണവൻ്റെ അടുത്ത് വലച്ച്, കൂടെ ഇരിക്കണവൻ്റെ അടുത്ത് വലച്ച്, ഫോണും ഞോണ്ടിയിരുന്നിട്ട് സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ഈ 100%-ൽ 50% ഓഫ് ആൾക്കാരും ഇങ്ങനെയാണ് പറയണത്. ഞാൻ സിനിമ കാണാൻ പോയപ്പം ഫ്രണ്ട് സീറ്റിലിരുന്നവരുണ്ട്, അതായത് ഒരു എക്കോണമി സീറ്റിലായിരുന്നത്. അതായത് എക്കോണമി അറിയാമല്ലോ, ഏറ്റവും ഫ്രണ്ടിലുള്ള സീറ്റിൽ ഇരുന്നവരാണ്. അവർ ഒരു ഭാര്യയും ഭർത്താവാണ് വന്നത്. അവർ ഭാര്യയും ഭർത്താവാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സ്ത്രീയും പുരുഷനും, ഇവർ രണ്ടുപേരും വന്നത്. അവർ വരാതിരിക്കുക, ദാറ്റ് ഈസ് നോട്ട് മൈ കൺസേൺ. ഞാൻ പറഞ്ഞത്, ഈ ലൈറ്റ് സിനിമ തുടങ്ങുമ്പോൾ ഈ ലൈറ്റ് ഓഫ് ആവുന്നത് തൊട്ട് സിനിമ തീർന്ന് ഈ ലൈറ്റ് ഓൺ ആവുന്നത് വരെ ഇവർ രണ്ടുപേരും ഫോണിൽ നോക്കിക്കൊണ്ടായിരുന്നത്. അതായത് ഈ 200 രൂപ കൊടുത്ത് തിയേറ്ററിൽ വന്നിരുന്ന് ഫോണിൽ നോക്കേണ്ട ആവശ്യം എന്താ? ഈ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് വീട്ടിൽ നിന്ന് ഫോണിൽ നോക്കിയാൽ പോരെ. അത് അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ അടുത്തിരിക്കുന്നവരുടെ അടുത്ത് അലച്ചലച്ചലച്ചിരിക്കുക. അത് ഞാൻ സിനിമ കാണാൻ പോയപ്പോഴുണ്ട്. എൻ്റെ ബാക്കിൽ ഇരുന്നവന്മാർ ചുമ്മാ അവിടെ ഇരുന്ന് അലച്ചലച്ചലച്ചിരിക്കും. ചിലവന്മാർ എന്തിനു വന്നതെന്ന് പോലും അറിയത്തില്ല, അവന്മാർ കിടന്ന് ഉറങ്ങിയവന്മാരൊക്കെ ഉണ്ട്, എന്നിട്ട് എണീറ്റ് സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് 50% ആൾക്കാർ. അതുകൊണ്ട് സിനിമ ആസ്വദിച്ച് കാണാൻ വരുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുക. ഇല്ലാത്തവർ വീട്ടിൽ പോയി കിടന്നുറങ്ങുക, ഇല്ലെങ്കിൽ ആ പൈസയ്ക്ക് വല്ല ഫുഡ് വാങ്ങിച്ച് കഴിച്ച് ഹോട്ടലിലിരിക്കുകയും ചെയ്യണം. ഈ ഫോൺ ഉപയോഗിക്കാനാണെങ്കിൽ തിയേറ്ററിലോട്ട് കയറും. ഞാനൊക്കെ ആണെങ്കിൽ തിയേറ്ററിൽ കയറിയ ഫോൺ ഒന്നീ സ്വിച്ച് ഓഫ് ആക്കും, ഇല്ലെങ്കിൽ സൈലൻറ്റ്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് തിയേറ്ററിലൊക്കെ സിഗ്നൽ ജാമർ വെക്കണം. സിനിമ തുടങ്ങി തൊട്ട് തീർന്നവരെ ഒറ്റൊരുത്തിനെ വിളിക്കാൻ പാടില്ല, അങ്ങനെ ഒരു സിഗ്നൽ ജാമർ വയ്ക്കണം. അല്ലാതെ പറ്റത്തില്ല. ചോദിക്കും, അത് അവനല്ലേ ഉപയോഗിച്ച്. ഞാൻ പറഞ്ഞില്ലേ, അവർ സ്ത്രീയും പുരുഷൻ ഫോൺ ഉപയോഗിച്ചു. അവർ ദൂരെ ആയിരുന്നുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ബട്ട് അവരെൻ്റെ അടുത്തായിരുന്നു. ഈ സത്യമായിട്ടും ആ സിനിമ ഫുൾ എനിക്ക് സ്പോയിലായി തന്നെ. എനിക്ക് സ്പോയിലായിപ്പോയി തന്നെ ആ സിനിമ ഫുള്ള്. ഈ അലക്കുന്നവന്മാർ എൻ്റെ അടുത്തായിരുന്നെങ്കിൽ എനിക്ക് ആ സിനിമ ഫുള്ള് എനിക്ക് സ്പോയിലായിപ്പോയി തന്നെ. ഞാൻ ചിലപ്പോൾ വച്ചടിച്ച് കയറ്റി കൊടുക്കും. കാരണം എനിക്ക് ഈ സിനിമ കാണുമ്പം ഇൻട്രോപ്പ് സൈലൻസ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ചുമ്മാ ഇരുന്ന് അലക്കരുത്. ചിലവന്മാരുണ്ട് സിനിമ തിയേറ്ററിൽ കയറുന്നൊരു ഫോൺ വിളിക്കും, ഇറിറ്റേറ്റാവും. അതുകൊണ്ട് ഈ സിനിമ കൊള്ളൂലെന്ന് പറഞ്ഞവന്മാർ, ഞാൻ പറഞ്ഞുതരാം, ഈ കാറ്റഗറിയിലുള്ളവന്മാർ ഒന്നീ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഇല്ലെങ്കിൽ അടുത്തിരുന്നവർ തലച്ചുകൊണ്ടിരുന്നു, ഇല്ലെങ്കിൽ കിടന്നുറങ്ങി. ഇല്ലാതെ ചുമ്മാ എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് സിനിമയ്ക്ക് വന്നിരുന്നവന്മാർ
അല്ലാതെ ഈ സിനിമ കാണാൻ വേണ്ടി സിനിമ ആസ്വദിച്ച് കാണാൻ വേണ്ടിയിട്ട്, ഞാൻ പറയാം, സിനിമ ആസ്വദിച്ച് കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും, ഉറപ്പ്, 100%. അയ്യോ, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും. സോ നിർത്തുന്നു. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സബ്സ്ക്രൈബറും കൂടെ മതി 100 ആവാൻ. ഞാൻ ഒരു വെറൈറ്റി കണ്ടൻറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ബട്ട് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഗൈസ്. ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ. ടാറ്റ. ലവ് യു ഗൈസ്.